വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയും നമ്മുടെ പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകളും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏതാണെന്നല്ലേ ചോദിച്ചേക്കുന്നത്. നോക്കി ഇതിൽ ശരിയില്ലാത്ത ജോഡി ഏതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനം ഏതാണ്? ഡെറാഡൂൺ ആണ്. ശരിയാണല്ലേ. ബീഹാറിൻ്റെയോ? പാറ്റ്നയാണ്. മിസോറാമിന് ഏതാണ്? ഐസ്വാളാണ് അല്ലേ. അപ്പോൾ ആന്ധ്രാപ്രദേശിന് എന്താണ്? ആന്ധ്രാപ്രദേശിൻ്റെ ഇതെന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ആന്ധ്രാപ്രദേശിൻ്റെ അമരാവതിയാണ് അല്ലേ. അമരാവതിയാണ് ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡിൻ്റെ ഡെറാഡൂൺ, ബീഹാർ പാറ്റ്ന, മിസോറാം ഐസ്വാൾ അല്ലേ. അപ്പോൾ ശരിയല്ലാതെ ഇതാണ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് എന്താണ്? അമരാവതിയാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ആണ്. നോക്കിയേ, നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ത്യയുടെ സ്ഥാനം 7 പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ, നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏത് ഭാഗങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ വലിപ്പത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന കാരണം ഇത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? 7ആണ് അല്ലേ. ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. ശരിയാണോ? 29 സംസ്ഥാനങ്ങളുണ്ടോ കേരളത്തിൽ? ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? 28 സംസ്ഥാനങ്ങളാണല്ലേ ഉള്ളത്. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. അത് ശരിയാണ് അല്ലേ. അപ്പോൾ ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 7ആണ്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളത്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? 1ഉം 3 ആണല്ലേ വരുന്നത്. 1ഉം 3ഉം ഏതാണ്? സി ആണല്ലേ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ചിട്ട് തെറ്റായ പ്രസ്താവന ഏതാണ് ഇതിൽ? നോക്കാം. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, പൂർവാഞ്ചൽ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ ഉത്തരപർവ്വത മേഖല നമ്മൾ ഓൾറെഡി SCERTയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഹിമാലയം, ട്രാൻസ് ഹിമാലയം, അതുപോലെ തന്നെ പൂർവാഞ്ചൽ എന്ന് പറയുന്നത്. ഇതിൽ ട്രാൻസ് ഹിമാലയ ആണല്ലേ ഏതൊക്കെ ആയിട്ട് ലഡാക്ക്, കാരക്കോറം, സംസ്കൃതം എന്ന് പറയുന്നതായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ട്രാൻസ് ഹിമാലയം, പൂർവാഞ്ചൽ ഇത് നമ്മൾ കഴിഞ്ഞ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഭൂമിശാസ്ത്രപരമായ അതിലെന്തായിരുന്നു ചോദിച്ചിരുന്നത്? കാരക്കോറാം അല്ലേ. മൗണ്ട് കേറ്റോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കാരക്കോറാമിലായിരുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയ നിരകളെ സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ട്രാൻസ് ഹിമാലയ ഉണ്ട്, പൂർവാഞ്ചലുണ്ട്. ഇതിൽ ഹിമാലയം ഡിവൈഡ് ചെയ്ത് എങ്ങനെയാണ് നോക്കിയേ. സിവാലിക്, ഹിമാചൽ, ഹിമാചൽ, സിവാലിക് എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ, എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ്, അല്ലാതെ കാരക്കോറാമിലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായിട്ട് ഓരോ ഭാഗം. ഇനി എന്താണ്? നാഗ, ഖാസി, ഗാരോ കുന്നുകൾ പൂർവാഞ്ചലിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. നാഗ, ഖാസി, ഗാരോ, ജയന്തി കുന്നുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂർവാഞ്ചലിലാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി നമ്മൾ പറഞ്ഞത്? ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹിമാലയം, ട്രാൻസ് ഹിമാലയം, പൂർവാഞ്ചൽ. ഇതിൽ ഹിമാലയത്തെയാണ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്താണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു? ട്രാൻസ് ഹിമാലയം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കരം. ഇതിൽ പൂർവാഞ്ചൽ എവിടെയാണ്? എന്തുട്ടാണുള്ളത്? അത് കുന്നുകളാണല്ലേ ഉള്ളത്. ഇതൊക്കെയാണ് നാഗ, ഖാസി, ഗാരോ കുന്നുകളൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൽ തെറ്റെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 3 പറഞ്ഞു അല്ലേ തെറ്റെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് തെറ്റെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത് എന്നിവയൊക്കെ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നവയാണ്. രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത്. അപ്പോൾ ഹരിയാന വരുന്നില്ല. അപ്പോൾ ഹരിയാന ഉണ്ടോ തെറ്റ് ആൻസർ പറയുന്നത്. അപ്പോൾ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത്.
നെക്സ്റ്റ്, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? അപ്പോൾ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഒരു SCERT ടോപ്പിക് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് പറയുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എത്ര എണ്ണം ഉണ്ട്? ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറയുന്നത് കേരളത്തിൽ എത്ര ഗ്രാമപഞ്ചായത്തുകളുണ്ട്? 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ശരിയാണല്ലേ? ശരിയാണ്. അതുപോലെ തന്നെ 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളുമാണ് ഉള്ളത്. 87 മുനിസിപ്പാലിറ്റി അല്ലേ, 6 മുനിസിപ്പൽ കോർപ്പറേഷനാണുള്ളത്. അതും ശരിയാണ്. അതുപോലെ തന്നെ നോക്കിയേ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? അർദ്ധനഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ് അല്ലേ. നഗരപ്രദേശങ്ങൾ എന്താണ്? നഗരപഞ്ചായത്തുകളായിരിക്കാം ഭരണം നടത്തുന്നത്. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നാണ് വാർഡ് പഞ്ചായത്ത്. ശരിയല്ല അല്ലേ? ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നാണ് വാർഡ് പഞ്ചായത്ത് എന്ന് പറയുന്നത്. ശരിയാണോ? അല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ശരിയായത് ഇത് തെറ്റുണ്ടോ? 4-മത്തെയാണ് തെറ്റെന്ന് പറയുന്നത്. അപ്പോൾ ശരിയായത് കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. 87 മുനിസിപ്പാലിറ്റിയും 6 മുനിസിപ്പൽ കോർപ്പറേഷനുമാണുള്ളത്. അതുപോലെ തന്നെ അർദ്ധനഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് ആരാണ്? നഗരപഞ്ചായത്തുകളാണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വരയാടിനെ നീലഗിരി താർ സംരക്ഷിക്കാൻ പ്രൊജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അപ്പോൾ വരയാടിൻ്റെ ശാസ്ത്രീയ നാമമാണ് നീലഗിരി താർ എന്ന് പറയുന്നത്. അറിയാമല്ലോ, ഈ വരയാടിനെ കുറിച്ച് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഓൾറെഡി. 2 ക്വസ്റ്റ്യൻ ഇപ്പോൾ നമുക്ക് കണ്ടു. ഇരവിക്കുളം എന്ന് പറയുന്ന ദേശീയോദ്യാനത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇരവിക്കുളം വന്യജീവി സങ്കേതത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? വരയാടിനെ സംരക്ഷിക്കുന്ന മൃഗം അല്ലേ. വരയാടിനെ സംരക്ഷിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അല്ലെങ്കിൽ ഇരവിക്കുളം സംരക്ഷിക്കുന്ന മൃഗം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇരവിക്കുളമാണ്. ഇരവിക്കുളം എന്ന് പറയുന്നത് എന്താണ്? വരയാടാണ്. വരയാടിൻ്റെ ഫുൾ ഫോം നമ്മൾ ശാസ്ത്രീയ നാമം എന്താണെന്ന് പറഞ്ഞു? നീലഗിരി താറാന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താണ് ചോദിച്ചിരിക്കുന്നത്? നീലഗിരി താർ സംരക്ഷിക്കുവാനായിട്ട് പ്രൊജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാടാണ്. കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുവാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ്? കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ ആർക്കാണ്? രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടില്ലേ? സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിനായിട്ട് രക്ഷിതാക്കൾ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ്? വിദ്യാവാഹൻ. വിദ്യാവാഹൻ ഉണ്ടോ? വിദ്യാവാഹനാണ് കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാനായിട്ട് രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? ആദിവാസികൾ എവിടെയായിരിക്കും കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക? വയനാട്ടിലായിരിക്കും അല്ലേ. അപ്പോൾ വയനാട്ടിലാണ് എല്ലാ ആദിവാസികൾക്കും എന്ന് നൽകുന്നത്? അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ലയാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ലയാണ് വയനാട്. തിരു-കൊച്ചി സംയോജനം നടന്നത് എപ്പോഴാണ്? തിരു-കൊച്ചി സംയോജനം നടന്നത് അറിയാലേ, 1949 ജൂലൈ 1 തിരു-കൊച്ചി സംയോജനം നടക്കുന്നത്. കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതെന്നാണ്? 1956 നവംബർ 1 അല്ലേ. കേരള പിറവി ദിനമായിട്ട് ആചരിക്കുന്നതൊക്കെ അറിയാലോ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ 2-മത്തെ കേരളീയ കലാരൂപം ഏതാണ്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ 2-മത്തെ കേരളീയ കലാരൂപം ഏതാണ്? മുടിയേറ്റ് കേട്ടോ. മുടിയേറ്റാണ് 2-മത്തെ എന്ന് പറയുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ 2-മത്തെ കേരളീയ കലാരൂപമാണ് മുടിയേറ്റ്. ഫസ്റ്റ് ഏതാണ്? കൂടിയാട്ടമാണ് കേട്ടോ. കൂടിയാട്ടമാണ് ഫസ്റ്റത്തെ പറയുന്നത്. 2-മത്തെ ആണെന്ന് പറയുന്നത് മുടിയേറ്റ് എന്ന് പറയുന്നത്. 2-മത്തെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ 2-മത്തെ കലാരൂപമാണ് മുടിയേറ്റ്. ഫസ്റ്റത്തെ കൂടിയാട്ടമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ഏതാണ്? എന്നാണ് വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം അല്ലേ. ഏതാണ് രോഗം? മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലുണ്ടാകുന്ന രോഗം ഏതാണ്? ഡയേറിയ കേട്ടോ. ഡയേറിയാണ് എന്ത് പറയുന്നത്? വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് ഡയേറിയ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യരക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ നോക്കിയേ, ധമനിയും സിരയെയും കുറിച്ചിട്ടാണല്ലേ ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഇതിൽ ഏതാണ് ശരി? ശുദ്ധരക്തം അശുദ്ധ രക്തത്തെ കുറിച്ചിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റിയിട്ട് ചോദിച്ചിരിക്കുന്നത്.
നോക്കിയേ, ശ്വാസകോശധമനി എന്ന് പറയുന്നത് അശുദ്ധ രക്തമാണ് വഹിക്കുന്നത്. ശ്വാസകോശധമനി എന്ന് പറയുന്നത് എന്താണ്? അശുദ്ധ രക്തമാണ് വഹിക്കുന്നത്. അതാണ് കേട്ടോ ശരി എന്ന് പറയേണ്ട. അപ്പോൾ കൊറോണറി ധമനി ഏതാണ്? ശുദ്ധ രക്തമാണ് അല്ലേ? കൊറോണറി ധമനി ശുദ്ധ രക്തമാണ് വഹിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താ പറയുന്നത്? ശ്വാസകോശധമനി എന്ന് പറയുന്നത് അശുദ്ധ രക്തമാണ് വഹിക്കുന്നത്. ഓക്കെ, എല്ലാ ധമനികളും എന്താണ്? അശുദ്ധ രക്തമുണ്ടോ? എല്ലാ ധമനികളും അശുദ്ധ രക്തമാണ് വഹിക്കുന്നത്. സിരകൾ ശുദ്ധ രക്തമാണ് വഹിക്കുന്നത്. അപ്പോൾ സിരകൾ ശുദ്ധരക്തമാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ധമനി എന്ന് പറയുന്നത് എന്താണ്? അശുദ്ധ രക്തമാണ് വഹിക്കുന്നത്. ഓക്കെ, ശ്വാസകോശ ധമനി അശുദ്ധ രക്തമാണ്. ധമനികൾ അശുദ്ധമുണ്ട്. അപ്പോൾ ശ്വാസകോശ ധമനി അശുദ്ധ രക്തമാണ് വഹിക്കുന്നത്. കൊറോണറി ധമനി ശുദ്ധരക്തമാണ് വഹിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി? പ്രസ്താവന 4 കേട്ടോ ശരി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഏതാണ്? നോക്കി, ഇതെന്ന് പറയുന്ന 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ തുടക്കത്തിൽ തന്നെ പറയുന്ന ഫസ്റ്റ് പേജിൽ തന്നെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഗവേഷകർ കൃത്രിമ രീതിയിൽ സൂക്ഷിച്ചെടുത്ത ബാക്ടീരിയ എന്ന് പറയുന്നത് ഏതാണ്? ഈക്കോളി ബാക്ടീരിയ ഉണ്ടോ? ഈക്കോളി ബാക്ടീരിയ ആണ് എന്ത് യൂണിവേഴ്സിറ്റിയിൽ? ഏത് യൂണിവേഴ്സിറ്റിയാണ്? കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഗവേഷകരെ കൃത്രിമമായിട്ട് കണ്ടുപിടിച്ചത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായിട്ട് മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനി ഏതാണ്? ഇത് നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി കണ്ട ക്വസ്റ്റ്യൻ ആണല്ലേ? കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായിട്ട് മനുഷ്യ മസ്തിഷ്കത്തിൽ എന്ത് ചെയ്യാണ്? ഒരു ചിപ്പ് വെക്കുകയാണ്. ആ ചിപ്പ് വെച്ചിട്ട് ഒന്ന് കൺട്രോൾ ചെയ്യാണ്. കമ്പ്യൂട്ടറിന് തലച്ചോറിനെ പോലെ കൺട്രോൾ ചെയ്യാണ്. അത് ചെയ്യുന്നത് ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ്. അത് ഏത് കമ്പനിയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ന്യൂറോലിങ്ക് കോർപ്പറേഷൻ അല്ലേ? ന്യൂറോലിങ്ക് കോർപ്പറേഷനാണ് എന്ത് പറയുന്നത്? മനുഷ്യന്മാരെ പോലെ കമ്പ്യൂട്ടറുകൾക്ക് ചിന്തിക്കുന്നതിനായിട്ട് ചിപ്പ് വെക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ആറ്റത്തിലെ ഏത് കണത്തിൻ്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? നോക്കിയേ, കഴിഞ്ഞ 3 പ്രിലിംസിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോണിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഠിച്ചിരിക്കുക കേട്ടോ പ്രോട്ടോൺ. അപ്പോൾ ആറ്റത്തിലെ ഏത് കണത്തിൻ്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ഇലക്ട്രോൺ ആണല്ലേ? ഇലക്ട്രോൺ ആണ് അല്ലേ? നമുക്കറിയാലോ അതിൻ്റെ കോഡ് എന്ന് പറയുന്നത്. അറിയാവുന്ന കാര്യമാണല്ലോ. പറഞ്ഞു തരണോ ഇനി ഒന്നുകൂടി? 10 RTCയിൽ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ ഓൾറെഡി നമ്മൾ കെമിസ്ട്രിയുടെ 9ാം ക്ലാസ്സിൽ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? 10 RTC എന്ന് പറയുന്ന കോഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? റുദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക് ഉണ്ടോ? ചാഡ്വിക് ആണ്. അപ്പോൾ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്. ഓക്കെ, ഇനി ചിക്കൻ ബോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏതാണ്? ചിക്കൻ ബോക്സ് അല്ലേ? ചിക്കൻ ബോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ എന്ന് പറയുന്നത് ഏതാണ്? വാരിസെല്ല വാക്സിൻ കേട്ടോ. വാരിസെല്ല വാക്സിനാണ് ചിക്കൻ ബോക്സ് വൈറസ് അല്ലേ? ചിക്കൻ ബോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ എന്ന് പറയുന്നത് വാരിസെല്ല വാക്സിനാണ്. ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായിട്ട് കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ഇത് നമ്മൾ കണ്ടല്ലോ അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇന്നലെ എടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലായിരുന്നു തോന്നുന്നുണ്ടോ? ആൻറ്റിബയോട്ടിക് നല്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഇങ്ങനത്തെ ഓരോ മരുന്നുകളൊക്കെ അതിജീവിക്കുന്നതിനായിട്ട് എന്താണ് ചെയ്തത്? ഏത് പദ്ധതിയാണ് കേരള സർക്കാർ പുറത്തിറക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ അമൃതാണ്. അപ്പം നമ്മൾ ആൻറ്റിബയോട്ടിക് എന്ന് ചോദിക്കാൻ വല്ലാന്നുണ്ടെങ്കിൽ മരുന്നുകൾക്കെതിരെയുള്ള പദ്ധതി എന്ന് ചോദിച്ചാലും എന്താണ്? ഓപ്പറേഷൻ അമൃതാണ്. 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? 2023 ഹൃദ്രോഗമാണ് കേട്ടോ. ഹൃദ്രോഗമാണ് 2023 ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം. നെക്സ്റ്റ്, കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായിട്ട് നൽകുന്ന സംരംഭം ഏതാണ്? എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കിയേ? കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എന്താണ്? കോക്ലിയർ ഇംപ്ലാന്റേഷൻ കൊടുക്കുന്നുണ്ട്. അത് സൗജന്യമായിട്ട് നൽകുന്ന സംരംഭം ഏതാണ്? ശ്രുതി തരംഗമാണ് കേട്ടോ. ശ്രുതി തരംഗമാണ്. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ കൊടുക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം. കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1056 കേട്ടോ. 1056 കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ്, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ളത് പ്രധാന കാരണം? അനാരോഗ്യകരമായ ഭക്ഷണശീലമാണല്ലേ. അനാരോഗ്യകരമായ ഭക്ഷണശീലവും അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, നമ്മൾ ഈ പുകവലിയും അതുപോലെ തന്നെ മദ്യപാനമൊക്കെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതിൽ നിന്ന് കുറയ്ക്കുക അല്ലേ. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഈ 3 നൽകിയിട്ടുള്ള ജനിതകമാണോ? അല്ലേ, ജനിതകമല്ല. സാംക്രമിക രോഗങ്ങളൊക്കെ വന്നു പോകുന്നതാണ്, അതുമല്ല. അതുപോലെ തന്നെ മാരകമായ വൈറസ് ബാധ ഒന്നും ഉണ്ടാവില്ല, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകില്ല. ഏതൊക്കെയാണ്? ഹൃദ്രോഗം അതുപോലെ തന്നെ സ്ട്രോക്ക് എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്? ജീവിതശൈലി രോഗങ്ങളാണ് അല്ലേ. മാംസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? പ്രോട്ടീൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? കോശിയോർക്കർ ആണല്ലേ. കോശിയോർക്കറാണ് മാംസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. നെക്സ്റ്റ് 23, COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗ്ഗത്തിൽ പെടുന്നു? കോവിഡ് വൈറസ് എന്നാണല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കതറിയാം, COVID-19 ആണ് വൈറസ് എന്ന് പറയുന്നത്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന എത്രയാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരളത്തിലെ പദ്ധതി ഏതാണ്? താലോലം പദ്ധതിയാണ് മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി. നെക്സ്റ്റ്, വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്നത് പെർട്ടൂസിസ് അല്ലേ. പെർട്ടൂസിസ് ആണ്. ബോർഡെല്ല പെർട്ടൂസിസ് എന്നാണ് വില്ലൻ ചുമനെ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ എന്താണ് വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി എന്ന് പറയുന്നത്? എന്താണ്? ബോർഡെറ്റല്ല പെർട്ടൂസിസ് ആണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്നാണ്? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടു അല്ലേ. ചന്ദ്രയാൻ 3 സമയത്തെ ആര് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, ചന്ദ്രയാൻ 3നെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14-നാണ്. 2023 ജൂലൈ 14-നാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ്? മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ചിട്ട് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ്? വി കെ മോഹൻ കമ്മീഷനാണ് മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ. താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വൈറ്റമിൻ ഏതാണ്? നോക്കിയോക്കെ, ഈ ക്വസ്റ്റ്യൻ വൈറ്റമിനെ കുറിച്ചിട്ട് എന്തായാലും പഠിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ ഓൾറെഡി SCRT ചാപ്റ്റർ എടുത്തിട്ട് ടേബിൾ പറയുന്നുണ്ട് അല്ലേ, ഒരു ഡയഗ്രാം വെച്ച് പറയുന്നുണ്ട്. നന്നായി പഠിക്കുക കേട്ടോ. ക്ലാസ്സൊക്കെ നമ്മുടെ ചാനലിലുള്ളതും പോയി നോക്കി കാണാം. അപ്പോൾ ഈ വൈറ്റമിൻസിനെ കുറിച്ചിട്ട് നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് മനസ്സിലായല്ലോ അല്ലേ. നമുക്കിത് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അല്ലേ, ഏതൊക്കെ ഭാഗത്താണ് റിപ്പീറ്റ് വരണേന്നുള്ളതാണ്. അപ്പോൾ വൈറ്റമിൻ D ആണല്ലോ അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അസ്ഥികളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ D ആണ്. അസ്ഥികളുടെയും പല്ലുകളുടെയും അല്ലേ കാൽസ്യം ഫോസ്ഫറസ് ആഗിരണമൊക്കെ നടക്കുന്ന വൈറ്റമിൻ D ആണ്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ കിട്ടുന്നതൊക്കെ വൈറ്റമിൻ D ആണല്ലേ. വൈറ്റമിൻ B ഏതായിരുന്നു? വൈറ്റമിൻ B എന്ന് പറയുന്നത് B1 മുതൽ B7 വരെ ഉണ്ട് അല്ലേ വൈറ്റമിൻ B എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് B7 ആണ്. ബയോട്ടിൻ അല്ലെങ്കിൽ വൈറ്റമിൻ H ഹോർമോൺ എന്നൊക്കെ പറയുന്നത് ഏതാണ്? വൈറ്റമിൻ B7 ആണ് കേട്ടോ. B7 ആണ്. അതുപോലെ തന്നെ വൈറ്റമിൻ പിന്നെ ഏതാ ചോദിക്കാറ്? Bയിൽ ചോദിക്കാറുള്ളത് Bയിൽ എത്രയാണ് ചോദിക്കാറുള്ളത്. പിന്നെ C ചോദിക്കാറുണ്ട്. വൈറ്റമിൻ C എന്ന് പറയുമ്പോൾ സ്കർവിയാണ്. അപര്യാപ്ത രോഗം എന്ന് പറയുന്നത് സ്കോർബിക് ആസിഡാണ് ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. പിന്നെ വൈറ്റമിൻ C എന്ന് വെച്ചെന്താണ്? ചൂടാകുമ്പോൾ നശിക്കുന്നത് അല്ലേ, പഴങ്ങളിലും പച്ചക്കറിലൊക്കെ ലഭിക്കുന്നുണ്ട്. വൈറ്റമിൻ C എന്ന് പറയുന്നത് വൈറ്റമിൻ A എന്ന് വെച്ചാൽ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ. നിശാന്തതയ്ക്കാണ് അപര്യാപ്ത രോഗം എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ നന്നായിട്ട് പഠിച്ചിരിക്കട്ടെ. വൈറ്റമിൻ കേടാണല്ലേ കൊഴുപ്പിലേക്കുന്നത്. വൈറ്റമിൻ K, വൈറ്റമിൻ E, വൈറ്റമിൻ D, വൈറ്റമിൻ A കേടാണ്, കൊഴുപ്പിലേക്കുന്നത് കേടാണ്. ഓക്കെ ആണല്ലോ. വൈറ്റമിൻ BC ആണ്. BC ജലം BC ആണെന്നൊക്കെ പറയുന്നതാണ് എന്ത്? ജലത്തിൽ ലയിക്കുന്നവ. ഓക്കെ, അത് കാണാം കേട്ടോ. വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല ഏതാണ്? വന്യജീവികളോടൊപ്പം എന്തൊക്കെയുണ്ട്? ചരിത്ര സ്മാരകങ്ങളുണ്ട്, പ്രകൃതി വിഭവങ്ങളുണ്ട്, അതുപോലെ തന്നെ ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല ഏതാണ്? നാഷണൽ പാർക്കുകൾ കേട്ടോ. നാഷണൽ പാർക്കുകളാണ് വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല എന്ന് പറയുന്നത് നാഷണൽ പാർക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ്? വെള്ളായണി, ഹ്രസ്വ. വെള്ളായണി എന്ന് പറയുന്നത് ഏതാണ്? വെള്ളായണി എന്ന് പറയുന്നത് ഏതാണ്? വെള്ളായണി ഹ്രസ്വ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഹ്രസ്വ എന്താണ്? കിഴങ്ങ് വർഗ്ഗമാണ്. വെള്ളായണി എന്ന് പറയുന്നത് എന്താണ്? വെള്ളായണി ഹ്രസ്വ എന്ന് പറയുന്നത് കിഴങ്ങ് വർഗ്ഗമാണ്.
കുരുമുളക് നൽകിയിട്ടുണ്ട്. പിന്നെ എന്താണ് കരിമ്പ്, തെങ്ങൊക്കെ നൽകിയിട്ടില്ലേ. തെങ്ങ് എന്ന് പറയുന്നത് മലയുണ്ട് ഇവിടെ. അതുപോലെ തന്നെ എന്താണ് ചന്ദ്രശങ്കര എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലേ. ചന്ദ്രശങ്കര, ലക്ഷദ്വീപ് ബോർഡിനറി എന്നൊക്കെ അറിയപ്പെടുന്നത് തെങ്ങിൻ്റെ സങ്കരയിനങ്ങളാണ് അല്ലേ. അതുപോലെ തന്നെ പിന്നെ കുറേ ഉണ്ടല്ലോ സങ്കരയിനങ്ങൾ. വെണ്ട എന്ന് പറയുമ്പോൾ ഇതാണ് വെണ്ട എന്ന് വെച്ചാൽ എന്താണ് അനാമിക അസൽകൃതിയൊക്കെ വെണ്ടയുടെയാണ് അല്ലേ. ഓക്കെ, ഇത് പഠിച്ചു വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ്, ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത്? രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത് ഏത് മേഖലയിലുള്ളവർക്കായിരിക്കും? ശാസ്ത്രജ്ഞർക്ക് അല്ലേ. ശാസ്ത്രജ്ഞർക്കാണല്ലേ വിജ്ഞാനം കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത് ശാസ്ത്രജ്ഞർക്കാണ്. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഏതാണ്? എന്താണ് ചോദിച്ചിരിക്കുന്നത്? കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് 65 വയസ്സിന് മുകളിലുള്ള വയസ്സായ ആൾക്കാർക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഏതാണ്? വയോമിത്രമാണല്ലേ. വയോമിത്രമാണ് കേട്ടോ. എന്താണ് പറഞ്ഞത്? 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക സുരക്ഷാ പരിരക്ഷാ പദ്ധതിയാണ്. മിത്രമായിട്ട് കാണാനല്ലേ വൃദ്ധജനങ്ങളെ. ഇപ്പോൾ വയോമിത്രമാണ്. താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗബാധ ഏതാണ്? ചിക്കൻ ബോക്സ് ആണല്ലേ. ചിക്കൻ ബോക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ചിക്കൻ ബോക്സ് വൈറസ് അല്ല, വൈറസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ വൈറസ് മൂലമുണ്ടാകുന്നതാണ് ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം B12 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്. വീണ്ടും ചോദിച്ചില്ലേ, വൈറ്റമിൻ എന്ന് പറയുന്നത് ഏതാണ്? പെർനീഷ്യസ് അനീമിയാണ് വൈറ്റമിൻ B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാവുന്നതാണ് അല്ലേ. ഏതൊക്കെയാണ്? വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക എന്നൊക്കെ പറയുന്നത് എന്തിൽ വരുന്നവയാണ്? ലക്ഷ്യങ്ങളാണല്ലേ. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങളാണ് വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മുകളിൽ പറഞ്ഞതെല്ലാം തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റൽ ആകൃതി അല്ലാത്ത കാർബണിൻ്റെ രൂപാന്തരം ഏതാണ്? ക്രിസ്റ്റൽ ആകൃതി അല്ലാത്ത കാർബണിൻ്റെ രൂപാന്തരങ്ങളാണ് നൽകിയിരിക്കുന്നത്. വജ്രം, ഗ്രാഫൈറ്റ്, കൽക്കരി, ഫുള്ളറിൻ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് കാർബണിൻ്റെ രൂപാന്തരങ്ങൾ. ഇതിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ക്രിസ്റ്റൽ ആകൃതി അല്ലാത്തത് ഏതാണ്? കൽക്കരിയാണ് ക്രിസ്റ്റലാകൃതി അല്ലാത്ത കാർബണിൻ്റെ രൂപാന്തരം. ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് ഓക്കെ അല്ലേ. നമുക്ക് കണ്ട ക്വസ്റ്റ്യൻ ആണല്ലേ. ധാതുക്കളും അയിരുകളും അത് വീണ്ടും റിപ്പീറ്റ് ആയി ചോദിച്ചേക്കാണ്. ഇതിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടു. ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെക്കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ലോഹത്തിൻ്റെ അംശം കൂടുതൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാനാകുന്നതായിരിക്കണം. ലോഹത്തിൻ്റെ അംശം കൂടുതലായിട്ടുണ്ടായിരിക്കണം. പറയുന്നത്? പിന്നെ എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കണം. എന്നാൽ മാത്രമാണ് ഒരു ലോഹധാതുവിന് എന്തായി കാണുള്ളൂ? അയിരായിട്ട് കാണുള്ളൂ. അപ്പോൾ 2, 3 ശരിയാണ്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ്? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു അല്ലേ. ഊർജ്ജത്തിനെ കുറിച്ചിട്ട് എന്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? പദാർത്ഥത്തിൽ കാണപ്പെടുന്ന ഊർജ്ജം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. രാസോർജ്ജമായിരുന്നു. അപ്പോൾ ഊർജ്ജത്തിനെ കുറിച്ച് വീണ്ടും റിപ്പീറ്റായി ചോദിച്ചേക്കാം അല്ലേ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ എന്ത് കാണുന്നുണ്ട്? ഊർജ്ജം കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതായിരിക്കും? യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നില്ലേ. വൈദ്യുതി കിട്ടുന്നതിനായിട്ട് യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറാണ്. ശ്രവണബോധം ഉളവാക്കാനായിട്ട് കഴിയുന്ന ഊർജ്ജരൂപമാണ് ശബ്ദം. അറിയാലോ, ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ്ജരൂപമാണ് ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ശബ്ദം എന്ന് വെച്ചാൽ എന്താണ്? നോക്കി നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ. അതായത് ഇതിലൊരു നമ്മൾ മനുഷ്യരുടെ ശ്രവണ പരിധി എന്ന് പറയുന്നത് 20 മുതൽ 2000 ഹെർട്സ് വരെയാണെന്നല്ല കൊടുത്തേക്കുന്നത്. അപ്പോൾ മനുഷ്യരുടെ ശ്രവണ പരിധി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റിപ്പീറ്റഡ് ആണ് അല്ലേ. അപ്പോൾ മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ് ശരിക്കും പറഞ്ഞാൽ? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഇവിടെ 2000 എന്നാണ് കൊടുത്തേക്കുന്നത്. ഒരു 0 കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് തെറ്റാണ് കേട്ടോ. ഓക്കെ, 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. പിന്നെ വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശരിയാണ്, വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. എന്താ ആവശ്യമാണ്? മാധ്യമം ആവശ്യമാണ്.
നെക്സ്റ്റ്, കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഏതാണ്? സാരഥിയാണ് അല്ലേ? സാരഥിയാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ. നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആരാണ്? നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലിങ്കർ. നമുക്ക് നമ്മുടെ SCERT-യിൽ ഓരോ കൃതികളും ആരാണ് എഴുതിയിട്ടുള്ളത് എന്നൊക്കെ ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. വിഷ്ണു കൃഷ്ണ ചിപ്ലിങ്കർ ആണ് എന്ത് ചെയ്തത്? നിബന്ധമാല മറാത്തിയിൽ എഴുതിയില്ലേ? അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? സി ബാലകൃഷ്ണനാണ് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം ഏതാണ്? ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം ഏതാണ്? ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് കേട്ടോ. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് എന്ത് പറയുന്നത്? ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം എന്ന് പറയുന്നത് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്റ്റ് പ്ലെയർ ആയത് ആരാണ്? 2023 IPL ചരിത്രത്തിൽ തന്നെ ആദ്യ ഇമ്പാക്റ്റ് പ്ലെയർ ആയത് ആരാണ്? തുഷാർ ദേശ്പാണ്ഡെ ആണ് ആദ്യത്തെ ഇമ്പാക്റ്റ് പ്ലെയർ ആയത്. ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയതാരാണ്? ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയതാരാണ്? വി മധുസൂദനൻ നായർ ആണ് എന്ത് ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത്. എന്നാൽ നമുക്ക് കോഴുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാം അല്ലേ, പനയുടെ മുകളിൽ നിന്ന് എന്ത് കിട്ടുന്ന? മധു കിട്ടുന്നു അല്ലേ, തേൻ കിട്ടുന്നൊക്കെ അങ്ങനെ ആലോചിച്ച് വയ്ക്കാം. നെക്സ്റ്റ്, രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? 1900 ഈഴവ മെമ്മോറിയലാണ്. അത് സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ലോർഡ് കേഴ്സൺ ആണ് ആദ്യമായിട്ടത് സമർപ്പിക്കപ്പെട്ടത്. മൂലധനം മുഖവുര എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? മൂലധനം മുഖവുര എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. മൂലധനം മുഖവുര എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? EMS നമ്പൂതിരിപ്പാട്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ശരിയല്ലാത്ത പ്രസ്താവന ഇതിലേതാണ്? 1950 ആസൂത്രണ കമ്മീഷൻ നിലയിൽ വന്നത്. ശരിയാണല്ലേ. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യക്ക് ഭക്ഷ്യസ്വയം പര്യാപ്തത ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഭക്ഷ്യസ്വയം പര്യാപ്തത ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു. ഓക്കെയാണ്. ഇനി അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന് പറയുന്നത് എന്തിനാണ്? പഞ്ചവത്സര പദ്ധതികളെയാണോ പറഞ്ഞിരുന്നതല്ല അല്ലേ? അമേരിക്കൻ മോഡലായിരുന്നു ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നുണ്ട്. ശരിയല്ല, അമേരിക്കൻ മോഡലല്ല. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതും ശരിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞത്. 1950 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യക്ക് ഭക്ഷ്യസ്വയം പര്യാപ്തത ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 എത്ര രാജ്യങ്ങളെയാണ് ഈ വിഷയത്തിൽ പഠനവിധേയമാക്കിയത്? ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്ദേശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ആയിരുന്നു. അപ്പോൾ എത്ര രാജ്യങ്ങളാണ് ഇതിൽ പഠനത്തിന് വിധേയമാക്കിയത്? 143 കേട്ടോ. 143 രാജ്യങ്ങളെയാണ് ഈ വിഷയത്തിൽ പഠനവിധേയമാക്കിയത്. നീതി ആയോഗിൻ്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏതാണ്? 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ് കേട്ടോ. ഉത്തരാഖണ്ഡാണ് നീതി ആയോഗിൻ്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ടത്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നദികളും കായലുകളും ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നദികളും റിപ്പീറ്റായിട്ട് ചോദിക്കുന്നതാണ്. നന്നായി പഠിച്ചു വയ്ക്കാം. നോക്കി, പമ്പ ഒഴുകുന്നത് കിഴക്കോട്ടാണോ? പമ്പ ഒഴുകുന്നത് കിഴക്കോട്ടാണോ?
പമ്പ അല്ലേ? പമ്പ എന്ന് പറയുന്നത് എവിടേക്കാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് അല്ലേ? കബിനി, ഭവാനി, പാമ്പാറാണ് 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. 44 നദികളുണ്ട്. അതിൽ 41 നദികളും എവിടെയാണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയാണ്. ബാക്കി 3 നദികൾ എങ്ങോട്ടാണ്? കിഴക്കോട്ട് ഒഴുകുന്നതാണ്. പാമ്പാറ് പടിഞ്ഞാറോട്ടാന്ന് പറഞ്ഞു തെറ്റാണല്ലേ? നമ്മൾ പറഞ്ഞു ഇപ്പോൾ തന്നെ കിഴക്കോട്ടാണ് ഒഴുകുന്നതെന്ന്. കുന്തിപ്പുഴ പടിഞ്ഞാറോട്ടാണ്, ശരിയാണ്. അതുപോലെ തന്നെ പെരിയാർ കിഴക്കോട്ടാണ് ഒഴുകുന്നത്, പെരിയാർ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയേ, നമ്മൾ പറഞ്ഞു 3 നദികൾ മാത്രമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. കബനി, ഭവാനി, പാമ്പാറാണ്. അത് മാത്രം പഠിച്ചാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടും അല്ലേ? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ്? കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. കേരളം മണ്ണും മഴയും മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് CRT-യിൽ. അപ്പോൾ ആ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി 6ാം ക്ലാസ്സിൽ ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5ാം ക്ലാസ്സിലും ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം അല്ലേ? മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് 75 മീറ്ററിന് മുകളിൽ, അതുപോലെ തന്നെ ഇടനാട് 75നും 7.5 മീറ്ററിനും ഇടയിലാണ്. തീരപ്രദേശം എന്ന് പറയുന്നത് എവിടെയാണ്? 7.5 മീറ്ററിനും താഴെയാണ്. അപ്പോൾ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് പറയുമ്പോൾ ഏതാണ്? 1, 2, 3 ശരിയാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, തിരുവല്ലാപപ്പൻ എന്നറിയപ്പെട്ടിരുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക്സ് കായിക ഇനത്തിലാണ് മത്സരിച്ചത്? തിരുവല്ലാപപ്പൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? തോമസ് വർഗീസ് ആണ്. അദ്ദേഹം ഏത് ഒളിമ്പിക്സ് കായിക ഇനത്തിലായിരുന്നു മത്സരിച്ചത്? ഫുട്ബോളിലാണ് മത്സരിച്ചത്. കേരളത്തിലെ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? കേരളത്തിലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ചിട്ടില്ലേ? ഏതാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇടവപ്പാതി എന്നാണല്ലേ നമ്മൾ പറയുന്നത്. സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇടവപ്പാതി എന്നാണ് പറയുന്നത്. അപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് മഴ ലഭിക്കുന്നത്. ഇടവപ്പാതി എന്നറിയപ്പെടുന്നതിനാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത് അല്ലേ? കേരളത്തിൽ കൂടുതൽ ലഭിക്കുന്ന ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. കാലവർഷം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്തിനാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെയാണ്. അപ്പോൾ 54 ആൻസർ നമ്മൾ ഏതാണെന്ന് പറഞ്ഞു? 1, 2 ശരിയാണ്. ഓക്കെ, നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് നിലവിൽ? ഇടുക്കിയാണല്ലേ? ഇടുക്കിയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ജില്ല. ആദ്യം പാലക്കാടായിരുന്നു, ഇപ്പോൾ എവിടെയാണ്? ഇടുക്കിയാണ്. ഓക്കെ, 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ഏതാണ്? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് ലിൻ ലിത്തുഗോ ആയിരുന്നു അല്ലേ? ലിൻ ലിത്തുഗോ ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഇന്ത്യയിലെ വൈസ്രോയി എന്ന് പറയുന്നത്. ഓക്കെ, PSC മെമ്പറെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുവാനുള്ള അധികാരം ആർക്കാണ്? PSC മെമ്പറെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ PSCയുടെ കാര്യങ്ങളൊക്കെ ആർക്കായിരിക്കും ഉണ്ടായിരിക്കാം? രാഷ്ട്രപതിക്കായിരിക്കില്ലേ? നമ്മൾ ഓൾറെഡി ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ, കമ്മീഷൻസൊക്കെ നമ്മൾ ഓൾറെഡി CRT ചാപ്റ്ററിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം. 9ാം ക്ലാസ്സിലെ ജനാധിപത്യത്തിൻ്റെ വ്യാപന സ്ഥാപനങ്ങളിലെന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ കമ്മീഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മളെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ചെയ്യുമ്പോൾ കമ്മീഷന് ഉണ്ട് കേട്ടോ. കമ്മീഷനും വൈറ്റമിൻസൊക്കെ ഉള്ളതാണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തത്? മൗലിക കടമകളും ചോദിക്കുന്നുണ്ടല്ലേ? മൗലിക കടമകൾ, കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, അങ്ങനെ അധികം റിപ്പീറ്റഡായി കൂടുതൽ ചോദിക്കുന്നത് ഈ 2 ഭാഗങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ സ്വത്തിൻ്റെ കാര്യം അല്ലേ? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമൊക്കെ മാറ്റി ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നന്നായി പഠിച്ചു വയ്ക്കുക. കടമെടുത്ത ആശയങ്ങളും പഠിച്ചു വയ്ക്കുക. മൗലിക കടമകൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഏത് ഭരണഘടനയിൽ നിന്ന് എവിടെ നിന്നായിരുന്നു കടമെടുത്തത് മൗലിക കടമകൾ? സോവിയറ്റ് യൂണിയൻ, റഷ്യയിൽ നിന്നാണ് മൗലിക കടമകൾ ഭരണഘടന കടമെടുത്തത്. രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ്? രാജ്യസഭയിൽ ലോകസഭയ്ക്ക് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് CRT-യിൽ. രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ്? 30 വയസ്സാണ് രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം. കേരളത്തിൻ്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? കേരളത്തിൻ്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഏതാണ് നോക്കിയോക്കെ. കേരളത്തിൻ്റെ കടൽ തീരം 590 കിലോമീറ്ററാണ് വ്യാപിച്ചു കിടക്കുന്നത്. ശരിയാണ്. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്. അതും ശരിയാണ്. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി, അല്ലെങ്കിൽ അഡാക്ക് എന്ന് പറയുന്നത് കേട്ടോ. അഡാക്ക് എന്ന് പറയുന്നത് മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി, അല്ലെങ്കിൽ അഡാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിയാണല്ലേ? എല്ലാം ശരിയാണ്. കേരളത്തിൻ്റെ കടൽ തീരം 590 ആണ്. അതുപോലെ
നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളാണുള്ളത്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി അല്ലെങ്കിൽ അഡാക്ക. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നോക്കി, വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല അല്ലേ? അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. വന്യജീവി സങ്കേതങ്ങൾ ഇനി വരുന്ന എക്സാമുകളിലൊക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും അല്ലേ? നമുക്ക് കാണാം, ആ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ എന്തെങ്കിലും വൃത്തിയിൽ പഠിക്കും അല്ലേ? അപ്പോൾ നോക്കി, മതികെട്ടാൻ ചോല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മതികെട്ടാൻ ചോല ചോല വയനാടല്ല അല്ലേ, ഇടുക്കിയിലാണ് മതികെട്ടാൻ ചോല. പാമ്പാടും ചോല ഇടുക്കിയിലാണ്, ശരിയാണല്ലേ. മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, ആനമുടി ചോല ഒക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കിയിലാണല്ലേ. 2003 നിലവിൽ വന്നത് അല്ലേ ദേശീയ ഉദ്യാനങ്ങളായിട്ട്. ആറളം വന്യജീവി സങ്കേതം കണ്ണൂരാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം എവിടെയാണ്? കൊല്ലത്താണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം എവിടെയാണ്? കൊല്ലത്താണ്. ഇപ്പോൾ 2ഉം 3ഉം ശരിയാണ്, 2ഉം 3ഉം ശരിയാണ്. ഓക്കെ ആണല്ലോ. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ്? മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിങ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണോ? ആണോ? അതെ അല്ലേ. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിങ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ്. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്? കേരളം എന്ന് പറയുന്നത്. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിങ് സംവിധാനം ലഭ്യമാക്കിയതുപോലെ തന്നെ കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ്. ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാണ്? ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാണ്? കമ്മനീട്ടോ. ജനസാന്ദ്രത കൂടിയ ജില്ലയും കുറഞ്ഞ ജില്ലയും കമ്മനീടാം. കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയില്ലാത്തത് ഏത്? വിവിധ വൈദ്യുത പദ്ധതികളല്ലേ. ഇപ്പം നോക്കിയൊക്കെ നമുക്ക് കഴിഞ്ഞ 3 ക്വസ്റ്റ്യൻ പേപ്പർ, എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ? ആ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടല്ലേ വൈദ്യുത പദ്ധതികളും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കാം. കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലുള്ളത്, ശരിയാണോ? കേരളത്തിൽ ഏതാണ്? ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലുള്ളത്, ശരിയാണ്. കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി തുടങ്ങിയവ. കേരളത്തിലെ വിവിധ വൈദ്യുതി സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി തുടങ്ങിയവ. പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം അറിയപ്പെടുന്ന കേരളമാണ്. പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനമാണ് കേരളം. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ്? വിഴിഞ്ഞമാണ്. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് വിഴിഞ്ഞമാണ്. അപ്പോൾ അതാണ് തെറ്റെന്ന് പറയുന്നത്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ പദ്ധതിയാണല്ലേ വിഴിഞ്ഞം പദ്ധതി. കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. വീണ്ടും നോക്കി ജലാശയങ്ങൾ ചോദിച്ചില്ലേ, നമ്മൾ നദികൾ പറഞ്ഞു. ഇനി അടുത്തത് കായലുകളെ കുറിച്ച് ചോദിക്കുകയാണല്ലേ. എന്നാണ് അഷ്ടമുടി കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. അഷ്ടമുടി കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. വേമ്പനാട്ടുകായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ എല്ലാം ശരിയാണ്. അപ്പോൾ എന്താണ്? അഷ്ടമുടി കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. വേമ്പനാട്ടുകായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിൽ വ്യാപിച്ചു കിടക്കുന്നു. നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. അത് ഏത് ഇനത്തിനായിരുന്നു? ജാവലിനിലാണ്. ജാവലിനിലാണ് കൂടുതലായിട്ട് നീരജ് ചോപ്ര മെഡൽ നേടാറുള്ളത്. കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിനാണ്. നിതിൻ മധുകർ ജാംദാർ ആണ് കേരളത്തിലെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. നിതിൻ മധുകർ ജാംദാർ. എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയത്? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ ആനി ബസന്റിനെ കുറിച്ചിട്ട്. ആനി ബസന്റിനെ കുറിച്ചിട്ടല്ല നമ്മൾ കണ്ടിട്ടുള്ളത് മലബാർ കോൺഗ്രസ് സമ്മേളനത്തിലെ ആദ്യത്തെ സമ്മേളനത്തിൽ എവിടെയായിരുന്നു, ഏത് വർഷമായിരുന്നു നടന്നതെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആനി ബസന്റ് ആയിരുന്നു അല്ലേ അന്നത്തെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയത് ആരാണ്? അല്ല, എവിടെയായിരുന്നു? മദ്രാസിലായിരുന്നു ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയത്. 1913 തുടങ്ങിയ ഖദ്ദാർ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് ആരാണ്? ഖദ്ദാർ മൂവ്മെൻറ്റ് ആരാണ്? ലാലാ ഹർദയാലാണല്ലേ. ലാലാ ഹർദയാലാണ് ഖദ്ദാർ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത്. 1913 തുടങ്ങിയത്. താഴെ പറയുന്നതിൽ ബാലഗംഗാധർ തിലകിൻ്റെ ജേണൽ ഏതാണ്? താഴെ പറയുന്നതിൽ ബാലഗംഗാധർ തിലകിൻ്റെ ജേണലാണ് മറാത്തിയാണ് ബാലഗംഗാധർ തിലകിൻ്റെ പത്രം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ മുഹമ്മദ് യൂനസിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതാണ്? പാവങ്ങളുടെ ബാങ്കർ എന്നൊക്കെ അറിയപ്പോൾ ആരാണ്? മുഹമ്മദ് യൂനസ് ആണ് അല്ലേ. മുഹമ്മദ് യൂനസിനെ കുറിച്ചിട്ട് ശരിയായ ഏതൊക്കെയാണ്?
ഗ്രാമീൺ ബാങ്ക് സ്ഥാപകനാണ്, അതുപോലെ തന്നെ നോബൽ സമ്മാന ജേതാവാണ്. ഗ്രാമീൺ ബാങ്ക് സ്ഥാപകനാണ്, അതുപോലെ തന്നെ എന്താണ് നോബൽ സമ്മാന ജേതാവാണ് കേട്ടോ. 1, 3 ശരി. സെബിയുടെ പൂർണ്ണരൂപം ഏതാണ്? സെബി എന്ന് പറയുന്നത് എന്തിൻ്റെ ഫുൾ ഫോമാണ്? സെബി എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലേ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഉണ്ടോ സെബിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. പാരീസ് ഒളിമ്പിക്സിലെ വീണ്ടും പാരീസ് ഒളിമ്പിക്സ് ചോദിച്ചിരിക്കുകയാണ്. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം എത്രയാണ്? പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും കൂടിയിട്ട് നേടിയതാണ് 40 സ്വർണ്ണ മെഡലുകളാണ് കേട്ടോ. 40 സ്വർണ്ണ മെഡലുകളാണ്. അഗ്നി, സൂര്യ, ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? അഗ്നി, സൂര്യക്ക് എന്തായിരുന്നു? അഗ്നി, സൂര്യയും എന്തായിരുന്നു? മിസൈലുകളാണ് അല്ലേ. മിസൈലുകളാണ് അഗ്നി, സൂര്യ എന്ന് പറയുന്നത് മിസൈലാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് തെറ്റെന്ന് പറയുന്നത്? ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ അല്ല അല്ലേ. ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ അല്ല. ഇതിൻ്റെ ഭാഗം ഏതാണ്? ഡക്കാൻ പീഠഭൂമിയാണ് അല്ലേ. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് ഡക്കാൻ പീഠഭൂമി. വിദ്യാസൽപുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം ഇതിൻ്റെ ഭാഗമാണ്. ഉപദ്വീപീയ പീഠഭൂമി ഉത്തരപർവ്വത മേഖല നമ്മൾ നേരത്തെ ചോദിച്ചു അല്ലേ. ഇപ്പോൾ നോക്കി എന്താ ചോദിച്ചിരിക്കുന്നത്? ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ച് ചോദിച്ചിരിക്കുന്നു. വിദ്യാസൽപുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം ഒക്കെ എന്തിൻ്റെ ഭാഗമാണ്? ഇതിൻ്റെ ഭാഗമാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? ഒന്നാമത് തെറ്റാണ്, ബാക്കി രണ്ടാണ് ശരി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുള്ള ആൻസർ വരുന്നത് 1 ആൻസർ വരുന്നത്. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആളാരാണ്? നമ്മൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനോ അങ്ങനെ എന്തോ 8 കമ്മിറ്റികളുണ്ടായിരുന്നു, നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞതിലെ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റികളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പഠിച്ചു വയ്ക്കുക കേട്ടോ. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആളാരായിരുന്നു? അംഗമുള്ളത് ഡോക്ടർ BR അംബേദ്കർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, അതുപോലെ തന്നെ ആരൊക്കെയാണ്? സാദുള്ള എന്നിവരൊക്കെ എന്തിലുണ്ടായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അല്ലേ. എന്നാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടന ഏതാണ്? മതസ്വാതന്ത്ര്യം നമ്മൾ പഠിച്ചില്ലേ. നമുക്ക് ആർട്ടിക്കിൾസൊക്കെ നന്നായി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം ഇതിലാണ് ആർട്ടിക്കിൾ 25 വരുന്നത്. അവകാശങ്ങൾ ചോദിക്കുന്നത് കേട്ടോ. മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങൾ ഏതിൽ നിന്നാണ് എടുത്തിരിക്കുന്നതെന്ന് കൂടുതലും ചോദിക്കാറുണ്ട്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? പയ്യന്നൂരാണ് അല്ലേ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് പയ്യന്നൂർ. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടു അല്ലേ. ഒരു സ്റ്റേറ്റ്മെൻറ്റായി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചേരുമുടി ചെറുക്കാൻ അല്ലേ. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നടന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ശ്രീമൂലം തിരുനാൾ 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ചിത്ര തിരുനാളാണ് കേട്ടോ. ശ്രീ ചിത്ര തിരുനാൾ ബലരാമവർമ്മയാണ്. ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 K. കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? K. കേളപ്പൻ ആരാണ് ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? 1932 ഒക്ടോബർ 2 അപ്പോൾ ആരുടെ അഭ്യർത്ഥന ആക്കിയിട്ടായിരുന്നു? ഗാന്ധിജിയുടെ അഭ്യർത്ഥന മൂലമാണ് K. കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്. അപ്പോൾ ഇത്രയൊക്കെയാണോ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ക്ലാസ് എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവാണ്, അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഉപകാരപ്രദമാവാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം.